നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളം പിണറായിക്ക് തീറെഴുതിയ കോൺഗ്രസ്. കേരളത്തിൽ കോൺഗ്രസ് പോപ്പ്, റോമിൽ കത്തോലിക്ക പോപ്പ്. UDF ഘടകകക്ഷികളിൽ വലിയ പ്രതിഷേധം. ഒരു വർഷത്തിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ പാർട്ടി പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പുതിയ പ്രസിഡന്റിന്റെ ആലോചന നടന്ന അവസരങ്ങളിൽ പറഞ്ഞു കേട്ട പേരാണ് കണ്ണൂർ ജില്ലക്കാരനായ സണ്ണി ജോസഫ്. എന്നാൽ ഈ പേര് ഉയർന്നു വന്നപ്പോൾ മുതൽ ഈ നീക്കത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് കൂടി പരിചിതമായ ഒരു മുഖമായിരിക്കണം പാർട്ടിയുടെ പ്രസിഡന്റായി വരേണ്ടത് എന്ന അഭിപ്രായമാണ് എതിർപ്പുമായി വന്നവർ പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും എതിർപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സണ്ണി ജോസഫിനെ പാർട്ടി പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തീരുമാനം കോൺഗ്രസ് പ്രവർത്തകരിൽ മാത്രമല്ല, കോൺഗ്രസ് നയിക്കുന്ന UDFിലെ ഘടകകക്ഷി നേതാക്കളിലും പ്രവർത്തകരിലും വലിയ നിരാശയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങൾ വരെ മഹാത്മാഗാന്ധിയേക്കാൾ കൂടുതലായി അറിഞ്ഞിട്ടുള്ള ഒരു നേതാവും ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനുമാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാനായി പാർട്ടി ഹൈക്കമാൻഡ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വന്തം ജില്ലയിൽ പോലും മുഴുവനായി അറിയപ്പെടാത്ത ഒരു നേതാവ് കടന്നു വന്നപ്പോൾ അതിന് കണ്ടെത്തിയ ന്യായീകരണങ്ങളും ആരെയും നാണിപ്പിക്കുന്നതാണ്. സ്ഥാനമൊഴിയുന്ന K. സുധാകരൻ എന്ന നേതാവിന്റെ വലിയ അടുപ്പക്കാരനായ നേതാവ് എന്ന നിലയ്ക്കാണ് കേന്ദ്ര നേതൃത്വം സണ്ണി ജോസഫിന്റെ പേര് പ്രഖ്യാപനത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മനമുരുകി ഒരു കാര്യം പറയുകയാണ്. കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പിണറായി സർക്കാരിന്റെ മൂന്നാം ഭരണത്തിന് കോൺഗ്രസ് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം ഇടതുമുന്നണി സർക്കാരിനെ സഹിച്ചും ശപിച്ചുമാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പിണറായി സർക്കാർ ഇറങ്ങിപ്പോകാൻ വഴിപാട് നേരുന്ന പൊതുജനങ്ങൾ വരെയുണ്ട്. അത്രയ്ക്ക് ദുരിതത്തിലാണ് കേരളത്തിലെ സാധാരണക്കാരായ ആൾക്കാർ. തികഞ്ഞ സാമ്പത്തിക തകർച്ചയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലകയറ്റവും തൊഴിൽ മേഖലയിലെ തകർച്ചയും എല്ലാം സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിൽ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും പിണറായി ഭരണം അവസാനിപ്പിക്കണം എന്ന തീരുമാനത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ ഈ സർക്കാർ വിരുദ്ധ വികാരത്തെ മുതലെടുക്കുവാനോ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരാനോ ഒരു താല്പര്യവും ഇല്ലാത്ത സ്ഥിതിയിലാണ് UDFിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പാർട്ടി പ്രസിഡന്റിന്റെ പേര് സാധ്യതാ ലിസ്റ്റിൽ പറഞ്ഞ അവസരത്തിൽ മുതിർന്ന നേതാവായ K. മുരളീധരൻ പറഞ്ഞ വാചകമുണ്ട്. ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയുന്ന ഒരു നേതാവിനെ പ്രസിഡന്റാക്കണം എന്നായിരുന്നു മുരളീധരന്റെ ആക്ഷേപത്തോടെയുള്ള പരാമർശം. ഈ പരാമർശം അംഗീകരിച്ച സ്ഥിതിയിലാണ് ഇപ്പോൾ. സണ്ണി ജോസഫ് എന്ന പുതിയ പാർട്ടി പ്രസിഡന്റിനെ കേരളത്തിലെ എത്ര ശതമാനം കോൺഗ്രസ് പ്രവർത്തകർക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന ചോദ്യത്തിന് ആരും ഇതുവരെ ഉത്തരം പറയാൻ സാധ്യതയില്ല. പുതിയ പാർട്ടി പ്രസിഡന്റായി സണ്ണി ജോസഫിനെ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനോട് താല്പര്യമുള്ള പൊതുസമൂഹം സ്വമേധയാ ഉയർത്തിയ ആശങ്കകളും പാർട്ടി നേതാക്കൾ തിരിച്ചറിയേണ്ടതാണ്. ഒരു വർഷത്തോളം നീണ്ട പാർട്ടി പ്രസിഡന്റ് ചർച്ചയിൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയ ആൾ ഇത്രയ്ക്ക് ജനസ്വാധീനമില്ലാത്ത ഒരാളായി എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുവാൻ കഴിവും സ്വാധീനവുമുള്ള മറ്റൊരു നേതാവും കേരളത്തിൽ ഇല്ലേ എന്ന ചോദ്യവും പൊതുസമൂഹത്തിൽ നിന്നും ഉയരുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനോ നിയമിക്കാനോ ഉള്ള അധികാരം പാർട്ടി മുതിർന്ന നേതാക്കൾക്കും ഹൈക്കമാൻഡിനുമുണ്ട്. ഒരു പ്രസിഡന്റിനെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്ത ശേഷം പുതിയതായി കടന്നുവരുന്ന നേതാവ് നിലവിലുള്ള ആളേക്കാൾ കൂടുതൽ പ്രാപ്തിയുള്ളതും ജനസ്വാധീനവുമുള്ള നേതാവാകണം എന്നത് ആരും ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ്. എന്നാൽ ഇത് 1% പോലും ചിന്തിക്കുവാൻ കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഏതായാലും കേരളത്തിലെ നല്ലൊരു ഭാഗം കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണ ജനങ്ങളും വലിയ നിരാശയിലാണ്. ചരിത്രത്തിൽ ഒരിക്കലും ലഭിക്കാത്ത വിധത്തിൽ രാഷ്ട്രീയമായി അനുകൂലമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ പോലും അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ജനദ്രോഹ ഭരണ നേതൃത്വത്തെ വീണ്ടും അധികാരത്തിൽ വരാൻ അവസരമൊരുക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ ശപിക്കുകയാണ് ജനങ്ങൾ. ഈ ഒരു കാര്യം ഇതിനകം തന്നെ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതേ നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ പിണറായി വിജയന്റെ മൂന്നാം സർക്കാർ കേരളത്തിൽ ഉറപ്പായും വരും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാവും ഏത് നേരവും വിളിച്ചു പറയുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിലെ വലിയ വിജയങ്ങളാണ്. ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകനാണ് വിജയിച്ചത്. ഇത് ഒരു തരത്തിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമോ കോൺഗ്രസ് പാർട്ടിയുടെ നേട്ടമോ ആയി കാണേണ്ടതില്ല. ഉമ്മൻചാണ്ടിയുടെ വേർപാടുണ്ടാക്കിയ
നഷ്ടത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മകനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് സങ്കടമോചനം നേടാൻ പുതുപ്പള്ളിയിലെ വോട്ടർമാർ തീരുമാനിച്ചു എന്നതായിരുന്നു ചാണ്ടി ഉമ്മന്റെ വിജയം. മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിൽ നടന്നതാണ്. അവിടെ ജനപ്രതിനിധി ആയിരുന്ന PT തോമസ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കടന്നു വന്നു. ഈ തെരഞ്ഞെടുപ്പിലും സഹതാപ തരംഗം തന്നെയാണ് കോൺഗ്രസിന് വിജയം നേടിക്കൊടുത്തത്. ഇതിനെല്ലാം ഒടുവിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. പാലക്കാട് മണ്ഡലം BJPക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ BJPയിൽ രൂക്ഷമായ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ BJP വോട്ടുകളും കോൺഗ്രസിന് ലഭിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിനെല്ലാം ഉപരിയായി ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ടാം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ശക്തമായി പ്രതിഫലിച്ചു എന്നതും വ്യക്തമായ കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയവും അതേപടി തന്നെ ആവർത്തിക്കും എന്നും കോൺഗ്രസും UDFും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ വീരവാദം മുഴക്കുന്നത്. എന്നാൽ ഇടതുമുന്നണിയെ നയിക്കുന്ന CPMഉം CPIയും തെരഞ്ഞെടുപ്പുകളിൽ വിജയം കണ്ട് മുന്നേറാനുള്ള പ്രവർത്തനങ്ങൾ അടുക്കും ചിട്ടയുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യമെങ്കിലും കോൺഗ്രസ് നേതാക്കൾ കണ്ണു തുറന്ന് നോക്കിക്കാണുക. നന്ദി, നമസ്കാരം.